Hi guys, Assalamualaikum. Welcome back to my Hannah's Little World channel. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. So guys, today we are going to make a very yummy, very tasty, very delicious and my favorite dish, prawn cutlet. So friends, if you never see my olden videos, go and see my old videos and subscribe, like, share and press that small bell icon. And once 3 minutes only, you have to subscribe, like, share and that small bell icon you have to press. അപ്പോൾ നമുക്ക് ഈ അടിപൊളി പ്രോൺ കട്ട്ലേറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മുടെ ഉമ്മച്ചിയുടെ കിച്ചണിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഉമ്മച്ചിയുടെ കിച്ചണിലോട്ട് പോവാം. ഹലോ, അസ്സാം വലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പ്രോൺ കട്ട്ലറ്റാണ്. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പം അതിനും വേണ്ട സാധനങ്ങളും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കൊഞ്ച് ഏകദേശം ഒരു 350 ഗ്രാമോളം വരും. ഇനി നമുക്കത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്, എന്നിരുന്നാൽ പോലും കുറച്ച് നമുക്ക് ഗരം മസാലയും കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2 വെളുത്തുള്ളി അതുകൂടെ നമുക്കിതിലിട്ട് കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കിനി ചെമ്മീനിലോട്ട് അത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഈ അരപ്പ് ഇതിലോട്ട് പിടിക്കുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാൻ സ്പൈസി വളരെ കുറച്ചാണ് ഞാൻ ഈ കട്ട്ലറ്റ് ചെയ്യുന്നത്, കാരണം കുട്ടികൾക്ക് കൂടെ കഴിക്കാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഒരു പൊട്ടറ്റോ വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഞാൻ ഏകദേശം ഇത്രത്തോളം ഉള്ള ഒരു പൊട്ടറ്റോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇതിനെ ഞാൻ ഇപ്പോൾ 2ആയിട്ട് കട്ട് ചെയ്ത് എൻ്റെ കുക്കറിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വേവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഓയിലേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ ചെമ്മീൻ ഓരോന്നായിട്ട് പറക്കി അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ചെമ്മീൻ നല്ല മിക്സ് ആയിട്ടുണ്ട്, 10 മിനിറ്റും ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൊഞ്ചിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മറു സൈഡിലൂടെ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ക്രിസ്പി ആയിട്ട് നമുക്ക് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണ്ട. ഏകദേശം അതിനോട് അടുത്തെത്തുന്ന സ്റ്റേജിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നമ്മുടെ പ്രോണൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതിനെ കോരി വേറെ പാത്രത്തിലോട്ടാക്കാം. ഇതിൻ്റെ മസാലയോടുകൂടി തന്നെ നമുക്ക് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് ക്രഷ് ചെയ്യേണ്ട, എങ്കിലും ആവശ്യത്തിന് നമുക്ക് ക്രഷ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് അതേ സെയിം പാനിൽ തന്നെ നമുക്ക് ഉള്ളിയെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഞാൻ ഒരു വലിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് നമുക്ക് സൺഫ്ലവർ ഓയിലൊന്ന് ആഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു സവോള ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ പ്രോണിൽ, അതായത് ചെമ്മീനിൽ ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല നന്നായിട്ട് വഴണ്ട് വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിന് ബാക്കിലായിട്ടൊരു ബ്ലാക്ക് കളർ ഒരു നാര് പോലെ ഉണ്ടാവും. അത് നമ്മൾ എടുത്ത് മാറ്റണം. അതില്ലെങ്കിൽ നമുക്ക് വയറുവേദനയൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ആ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ചെമ്മീൻ അഥവാ കൊഞ്ച് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കൊഞ്ച് ഞാൻ എന്താ കണ്ടില്ലേ, ഇതുമാതിരിയാണ് ഞാൻ അടിച്ചെടുത്തിരിക്കുന്നത്. കണ്ടോ, ഒരുപാട് ക്രഷ് ചെയ്തിട്ടില്ല, എന്നാൽ ആവശ്യത്തിന് എടുത്തിട്ടുമുണ്ട്. ഈ പരുവത്തിലാക്കിയിട്ട് നമ്മുടെ ഇപ്പം ഉള്ളി ഏകദേശം ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്, അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വേറെ ഒന്നും ഇതിലോട്ട് ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഇഞ്ചി, പച്ചമുളക് എല്ലാം ഞാൻ ഈ കൊഞ്ചിലോട്ട്, ചെമ്മീനിലോട്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്.
ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. ഉപ്പുണ്ടോ, എന്താണ്, കറക്റ്റാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ നമുക്കിനി ഇതിൽ ബാലൻസ് എന്ന് പറയുന്നത് പെപ്പർ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് കറി ലീഫ് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഞാൻ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കൂടുതലും ഞാൻ കൊഞ്ചാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. പൊട്ടറ്റോ കുറച്ച് കുറഞ്ഞ് നിൽക്കണം, അതാണ് അതിൻ്റെ പ്രൊപ്പോർഷൻ. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഈ കൊഞ്ചും ഉള്ളിയും പൊട്ടറ്റോയും ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഇത് വളരെ ടേസ്റ്റിയാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ടേസ്റ്റിയാണെന്ന്. കണ്ടില്ലേ? ഇതിലോട്ട് ഞാൻ അവസാനം പറഞ്ഞില്ലേ, ആ കുറച്ച് കുരുമുളക് കൂടി നമുക്കിതിലോട്ട് നന്നായിട്ടൊന്ന് ആഡ് ചെയ്തിട്ട് നമ്മുടെ മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് ഇറക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിന് ഞാനിതിൽ പൊട്ടിച്ചിട്ട് അതിൻ്റെ മഞ്ഞ മാറ്റേണ്ടതുണ്ട്. ഇപ്പം ഞാൻ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. അതിന് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഏകദേശം 1 ടീസ്പൂണോളം കോൺ പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എൻ്റെ ചെറുതായിട്ടൊന്ന് മഞ്ഞ അതിലൊന്ന് മിക്സ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ കളർ വരുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ച് പതച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡിപ്പ് ചെയ്യാൻ കണക്കാക്കി ഒരു വലിയ പാത്രത്തിലോട്ട് ഞാനിതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് വേണം. അത് ഞാൻ ബ്രെഡ് ഒരു 4-5 പീസ് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചതാണ്. നമുക്ക് മാർക്കറ്റിൽ ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ വീട്ടിൽ ചെയ്തെടുത്തതാണിത്. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ഒരു ചെറിയൊരു പോർഷൻ നമുക്കെടുത്ത് ഇതുമാതിരി ഇങ്ങനെ പിടിച്ചു നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് പല ഷേപ്പും ആക്കാം. ഹാർട്ട് ഷേപ്പ്, എന്ത് ഷേപ്പ് വേണോ ചെയ്തെടുക്കാം. ഇതിനെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഓവൽ ഷേപ്പാക്കി മാറ്റേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാം അതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വളരെ ചെറുതാണ് ചെയ്യുന്നത്. ചെറുത് ചെയ്താൽ നമുക്ക് ഒത്തിരി നമുക്ക് കിട്ടും ചെറുതായിട്ട് ചെയ്താൽ. അപ്പോൾ അടുത്തത് നമുക്ക് അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഷേപ്പ് കൊടുക്കാം. സൈഡൊക്കെ ഇതുമാതിരി നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെറുതാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാനും ഈസിയാണ്. അപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുത്ത് ഓവൽ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ എനിക്കൊരു 12 എണ്ണം കിട്ടിയിട്ടുണ്ട്. 12-13 കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി നമ്മുടെ മുട്ടയിൽ ഇട്ട് ഡിപ്പ് ചെയ്ത് അപ്പോൾ നമുക്ക് നേരിട്ട് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡിലോട്ട് ഇട്ടെടുക്കാം. അല്ലേ, ഇതുമാതിരി നമുക്ക് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും അതേപോലെ ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം. ചെയ്യാൻ ആവശ്യമായ ഓയിൽ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിന്ന് ചെറിയ ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ചൂടായതിനു ശേഷം നമുക്കൊന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ നമ്മുടെ പ്രോൺ കട്ട്ലേറ്റ് അഥവാ ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് ഇതെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് സ്ലോലി നമുക്ക് ഇട്ടെടുക്കാം. നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നവർക്ക് ഡീപ്പാക്കാം, അല്ല ഏകദേശം ചെറിയൊരു ഫ്രൈ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓരോരുത്തരുടെ താല്പര്യാനുസരണം നമുക്ക് മാറ്റി ചെയ്യാം. ഒരുപാടിട്ട് ഞാൻ ക്രൗഡ് ആക്കുന്നില്ല, ഇത്രയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സ്ലോലി ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ഏകദേശം നല്ല ഡീപ്പായിട്ടുണ്ട്. ഞാൻ തീ വളരെ കുറച്ചാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ കട്ട്ലേറ്റ് റെഡിയായി കഴിഞ്ഞു. ഞാൻ കംപ്ലീറ്റ്ലി എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ,
വളരെ ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണ്. ഞാൻ കുറച്ച് ക്രിസ്പി ആയിട്ടാണ് സംഭവം എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. സോ ഗൈസ്, നമ്മുടെ അടിപൊളിയായ ടേസ്റ്റിയായ യമ്മിയായ ഡിലീഷ്യസ് ആയ പിന്നെ എൻ്റെ ഫേവറേറ്റ് കട്ട്ലേറ്റും കൂടെയായ പ്രോൺ കട്ട്ലേറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ 3 മിനിറ്റ് കണ്ടതിന് ശേഷം മാത്രമേ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. പുതിയ വീഡിയോ വരുന്നവരെ ഹന സലാമി സൈനിങ് ഓഫ്. ബൈ.